ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്ന ഫ്ലാക്സീഡ് ജെൽ എങ്ങനെയാണ് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം എടുക്കാം. ഈ വെള്ളം ചൂടായി വരുമ്പോഴാണ് ഫ്ലാക്സ് സീഡ്സ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ലൊരു ബ്രാൻഡിൻ്റെ ഫ്ലാക്സ് സീഡ്സ് നോക്കിയിട്ട് വാങ്ങിക്കുക. ഇപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് വനമിത്ര എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. 250 ഗ്രാംസ് ഉണ്ട്. ഇത് 250 ഗ്രാംസിനാകെ 100 റുപ്പീസിന് താഴെയുള്ളൂ. അപ്പോൾ ഇതേ ഇങ്ങനെയാണ് കാണാത്തവർക്ക് വേണ്ടിയിട്ട്. ഞാനും ഫസ്റ്റ് ടൈമായിരുന്നു കാണുന്നത് ഫ്ലാക്സ് സീഡ്. അപ്പോൾ അതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ളത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതെ ആ പാക്കറ്റിലുള്ളതും കൂടെ ആഡ് ചെയ്യാം നമുക്ക്. കാരണം ബാക്കിയുള്ളതെല്ലാം ഞാൻ ടിന്നിലേക്ക് മാറ്റി. കാരണം ഇത് കുറേ നാൾ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി ഞാൻ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തത് 2 വീക്സായി, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ദേ ഇത്രയും ഉണ്ട് എൻ്റെ കയ്യിൽ ഇനിയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല ബ്രാൻഡിൻ്റെ നോക്കി വാങ്ങിക്കാം കേട്ടോ. ഫ്ലാക്സ് സീഡ് ജെല്ല് പല ബ്രാൻഡിൻ്റെയും ഓൾറെഡി ജെല്ലായിട്ട് വരുന്നതും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അങ്ങനത്തെ വാങ്ങിച്ചാൽ മതി. ഇപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് റോസ്മേരിയോ അങ്ങനെ എന്താ ആവശ്യമുള്ളത് അതെല്ലാം ആഡ് ചെയ്യാം കേട്ടോ. എല്ലാം ഓപ്ഷണലാണ്. എൻ്റെ കയ്യിൽ റോസ്മേരി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. പകരം ഞാൻ കുറച്ച് അലോവേര ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അലോവേരേൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയണ്ടായിരിക്കുമല്ലോ അല്ലേ. അലോവേര യൂസ് ചെയ്യുന്നതിന് മുന്നേ അത് കുറച്ച് നേരം എടുത്ത് മാറ്റി നേരെ എടുത്ത് വെക്കണം. എന്നാലേ അതിൻ്റെ ആ യെല്ലോ കളർ സെക്രീഷനൊക്കെ താഴെയിലൂടെ ഇറങ്ങി പോവുള്ളൂ. അത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കുക എല്ലാവരും യൂസ് ചെയ്യുന്നതിന് മുന്നേ. പിന്നെ ഇതേപോലെ കട്ടയായിട്ട് ഇടാതെ ഇങ്ങനെ ഇതിൻ്റെ ജ്യൂസ് മാത്രം കത്തിക്കൊണ്ടോ ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഞാൻ കാണിക്കുന്ന പോലെ ഇതേപോലെ ചെയ്താൽ മതി. ഇത് നന്നായിട്ട് ആഡ് ചെയ്യുന്നത് മുടിക്കും അതേപോലെ തന്നെ സ്കാൽപ്പിനും നല്ലതാണ്. അലോവേര അങ്ങനെ തന്നെ തേച്ചാലും നല്ലതാണ്. അപ്പോൾ ഇതേ കട്ടയൊന്നും ഇല്ലാതെ അതിൻ്റെ ജ്യൂസ് മാത്രം ഞാൻ ആഡ് ചെയ്തു. ഇത് ഇനി ഒന്ന് ചൂടായി എടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആ അലോവേരയിൽ ഉണ്ടായിരുന്ന ബാക്കി ജ്യൂസെല്ലാം ഞാൻ കയ്യിലും എല്ലാം തേച്ചെടുത്തു. അപ്പോൾ ഓക്കെ, നമ്മളുടെ കുക്കിംഗ് എല്ലാം ഇതോടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇതിനി കൂളാവുന്ന അനുസരിച്ച് ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടെ തിക്കായിട്ട് വരും. ഇപ്പോൾ ഉള്ള പോലെ ആയിരിക്കില്ല. അതിന് മുന്നേ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് നല്ലൊരു അരിപ്പ വെച്ചിട്ട് ജ്യൂസ് മാത്രം എടുക്കാം. കണ്ടോ, ഇതുപോലെ ചെയ്യാം. ഇതൊക്കെ നമ്മൾ പുതിയ സാധനമാണെങ്കിൽ ഇതിന് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉദ്ദേശിച്ച കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടോ. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മുടിയിലേക്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പം ഞാൻ മുടിയിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ചെയ്ത് കളയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തേച്ച് കൊടുത്താൽ മതി. കുളിച്ച പോലെ ഇരിക്കും, ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ ബി ഗുഡ്. കൺസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 2 വീക്സ് ആയിട്ടേ ഉള്ളൂ. റിസൾട്ട് വരാനായോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതാണ് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഫ്ലാക്സ് സീഡ് ജെല്ല്. ഇതിപ്പോൾ നിങ്ങൾക്കിതൊന്ന് പ്രിപ്പയർ ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിച്ചാൽ മതി. നമ്മൾ ഉണ്ടാക്കിയ ജെല്ല് ഇതും ഏകദേശം ഒരേ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.